ഹായ് ഫ്രണ്ട്സ്, വ്ലോഗ് ഫോർ മിനുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു മസാലക്കറിയുടെ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നേക്കണത്. അപ്പോൾ വേറെ ഒന്നും വച്ചാൽ നമ്മുടെ പപ്പായയും ഉരുളക്കിഴങ്ങും വച്ചാണ് കേട്ടോ ഈ മസാലക്കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ പപ്പായ ഉരുളക്കിഴങ്ങൊക്കെ ഇവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ പപ്പായയും ഉരുളക്കിഴങ്ങും ഒക്കെ ഞാൻ തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൽ മഞ്ഞൾപ്പൊടിയും ഉപ്പും വെള്ളവും ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അത് വേകുമ്പോഴേക്കും നമുക്ക് ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളകും കറിവേപ്പിലയും കൂടി എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കാം. അതിൽ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചേക്കണ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, പച്ചമുളക് അങ്ങനെ എല്ലാം ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. എല്ലാം ഒന്ന് വഴണ്ട് വന്നു കഴിയുമ്പോൾ അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. പൊടികളായിട്ട് ഞാൻ എടുത്തത് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് മീറ്റ് മസാല കൂടിയാണ് കേട്ടോ. പൊടികളൊക്കെ ചേർത്ത് പൊടികളുടെ പച്ചമണം മാറണ വരെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ വേവിച്ച് വച്ചേക്കണ പപ്പായയും ഉരുളക്കിഴങ്ങും കൂടി ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ആ മസാലയൊക്കെ നമ്മുടെ പപ്പായയിലേക്കും ഉരുളക്കിഴങ്ങിലേക്കും എത്താൻ പാകത്തിന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മസാലക്കറിയൊക്കെ നല്ലോണം തിളച്ച് മസാലയൊക്കെ നമ്മുടെ പപ്പായയിലേക്കും ഉരുളക്കിഴങ്ങിലേക്കും ഒക്കെ പിടിച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഈ മസാലക്കറി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ പിന്നെ എൻ്റെ വീഡിയോ ഒക്കെ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കണേ.